തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു. പൂരത്തിലെ രാഷ്ട്രീയ ഇടപെടൽ സംബന്ധിച്ച് അന്വേഷണ സംഘമാണ് തൃശൂരിൽ മൊഴിയെടുക്കുന്നത്. അല്പസമയത്തിനകം തൃശൂർ രാമനിലയത്തിലാണ് മൊഴിയെടുക്കൽ നടപടി. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുന്നു. ആനന്ദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വർഷത്തെ പൂരം ഇങ്ങ് വന്നെത്തി നിൽക്കുന്നു. 2 മാസം കഴിയുമ്പോൾ തൃശൂർ പൂരത്തിൻ്റെ നടപടികളിലേക്ക് കടക്കും. അപ്പോഴാണ് കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കലിൻ്റെ അന്വേഷണം പൂർത്തിയാകാതെ ഇങ്ങനെ നീളുന്നത്. വീണ്ടും മൊഴിയെടുക്കൽ നടപടി. കൂടുതൽ വിവരങ്ങൾ. രണ്ടാമത്തെ തവണയാണ് മുൻമന്ത്രി വി.എസ്. സുനിൽകുമാറിന്റെ മൊഴി ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്നത്. കഴിഞ്ഞ തവണ ഏതാണ്ട് ഒരു 2 മാസം മുമ്പ് ഒരു തവണ അദ്ദേഹത്തിന്റെ മൊഴി എടുത്തിരുന്നു. ഇന്നിപ്പോൾ വീണ്ടും അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വേണ്ടി രാമനിലയത്തിലേക്ക് വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു വിരോധാഭാസം അടുത്ത പൂരത്തിന് ഇനി 2 മാസം മാത്രമാണ് ബാക്കി വെക്കുന്നതെന്നാണ്. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, അതായത് കഴിഞ്ഞ വർഷത്തെ പൂരത്തിന്റെ കലക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ഇതുവരെ സർക്കാരിന് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല. നേരത്തെ തന്നെ വലിയ വിമർശനമാണ് ഉയർത്തുന്നത്. ത്രിതല അന്വേഷണ സംഘം അടക്കം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണം മുന്നോട്ട് നീങ്ങിയിരുന്നു. പക്ഷെ അന്വേഷണം ഇഴയുന്നതായിരുന്നു പ്രതിപക്ഷങ്ങളുടെ പരാതി. എന്തായാലും ഇപ്പോഴും ഈ പൂരത്തിന് ഇനി ചുരുങ്ങിയ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും ഇപ്പോഴും മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ്. തൃശൂർ രാമനിലയത്തിലാണ് കഴിഞ്ഞ വർഷത്തെ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘം വീണ്ടും മൊഴിയെടുക്കൽ നടപടി തുടരുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ് പുതൂർ.